ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. മാത്സിൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഫോർ എ ബെറ്റർ ടുമോറോ എന്നുള്ള ചാപ്റ്ററാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാത്സ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ യൂണിറ്റ് ഫോർ എ ബെറ്റർ ടുമോറോ. അപ്പോൾ ഫസ്റ്റത്തെ ആദ്യത്തെ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? അതെ, ക്ലീൻ ചെയ്യുന്ന ചിത്രമാണ് അല്ലേ? ഒരു അമ്മയും കുട്ടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതിയത് എന്താണെന്ന് വായിക്കാം ആദ്യം. ക്ലീൻനെസ് കോമ്പറ്റീഷൻ is started for the houses of Valiyara Grama Panchayat, and Raihan and Riya thought to get first prize in the competition. Raihan, Riya and their parents started cleaning the house. അപ്പോൾ എന്ത് നടക്കാൻ പോവാണ്? വലിയറ ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ് കേട്ടോ. ഏറ്റവും നല്ല വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയവർക്കാണ് എന്താ കിട്ടുക? ഫസ്റ്റ് പ്രൈസ് കിട്ടുക. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈഹാനും റിയയും അവരുടെ പാരൻസും വീട്ടുകാരും തീരുമാനിച്ചു, അച്ഛനമ്മയും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ റൈഹാനും റിയയും അവരുടെ പാരൻസ് എന്ത് ചെയ്യണം? വീട് വൃത്തിയാക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? ഫോർ എ ബെറ്റർ ടുമോറോ. അപ്പോൾ നമ്മുടെ റൈഹാനും അമ്മയും ആണ് ആദ്യത്തെ പേജിൽ. അടുത്ത പേജിൽ എന്താ? റിയയും അച്ഛനും അല്ലേ? അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റീഡ് ചെയ്യാം. ഇവിടെ എന്താ ഈ ബക്കറ്റ് എന്താ പറയുന്നത്? റൈഹാൻ ആൻഡ് റിയ വിൽ കം നൗ, ഐ ആം റെഡി. അപ്പോൾ എന്താ ഇവിടെ നോക്കൂ, അടുത്ത എന്താ പറയുക? ഐ വിൽ സ്കൂപ്പ് അപ്പ് ഓൾ ഗാർബേജ്. അടുത്ത എന്താണ്? ഐ വിൽ ക്ലീൻ ദ വരാണ്ട. അപ്പോൾ ഓരോ ക്ലീൻ ചെയ്യുന്ന ഓരോ ഐറ്റംസ് ആണ് അല്ലേ? വലിയറ ഗ്രാമപഞ്ചായത്ത് ക്ലീൻനെസ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിന് നോട്ടീസാണ് കേട്ടോ. ഡിയർ, വി ഹാവ് ഡിസൈഡഡ് ടു മേക്ക് അവർ വലിയറ ഗ്രാമപഞ്ചായത്ത് ഇൻറ്റു എ ടോട്ടലി ക്ലീൻ പഞ്ചായത്ത്. അപ്പോൾ എന്താണ് ആ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മൊത്തം എല്ലാവരുടെയും ക്ലീൻ ആയിട്ടുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാനാണ് അവരുടെ ആ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഓൾ ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. അപ്പോൾ എല്ലാ വീട്ടുകാരും എല്ലാ വീടും അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ദോസ് ഹു ക്ലീൻ വിൽ ഗെറ്റ് പ്രൈസ്. ആരാണോ ഏറ്റവും കൂടുതൽ നന്നായി ശുചീകരിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയിരിക്കുന്നത്, അവർക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. ഓൾ ആർ റിക്വസ്റ്റഡ് ടു കോപ്പറേറ്റ് ഇൻ ദിസ് എഫേർട്ട് ടു മേക്ക് അവർ പ്ലേസ് ക്ലീൻ. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് വൃത്തിയാക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലേ? അപ്പോൾ ആരാണ് ഇത് എഴുതിയിരിക്കുന്ന നോട്ടീസ്? വിത്ത് റിക്കാർഡ്സ്, പ്രസിഡന്റ്, വലിയറ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ പരിപാടിയിൽ ഈ കോമ്പറ്റീഷനിൽ മത്സരത്തിൽ പങ്കെടുക്കാനാണ് റൈഹാനും റിയയും വീട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. ലെറ്റ്സ് ബൈ തിങ്സ്. അപ്പോൾ എന്താണ്? കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ് അല്ലേ? എന്താണ് റിയ പറയണത്? വി ഹാവ് ടു സെപ്പറേറ്റ് ദ പ്ലാസ്റ്റിക് ഐറ്റംസ് ആൻഡ് ഗീവ് ദം ടു ഹരിത കർമ്മസേന. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വരുന്നത് ആരാണ്? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പോവുക നമ്മൾ ഹരിത കർമ്മസേന അംഗങ്ങൾ വരും അല്ലേ വീട്ടിൽ? അവർ വന്ന് എടുത്തിട്ട് പോവില്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റിയ പറയുകയാണ്, നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കാം? ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. സീ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ദേ ബോട്ട് ഫോർ ക്ലീനിങ്. അങ്ങനെ അവർ ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആ സാധനങ്ങളുടെ പേരും വിലയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലോഷൻ വാങ്ങി, ഒരു ബോട്ടിൽ ലോഷൻ 20 രൂപ, സോപ്പ് 10 റുപ്പി, മോപ്പ് 60 റുപ്പി, ബ്രൂം എന്ന് വെച്ചാൽ ചൂല് കേട്ടോ. മോപ്പ്, ഇതാണ് മോപ്പ്. ബ്രൂം 30 റുപ്പി. മിന്നു ബോട്ട് 2 bottles ഓഫ് ലോഷൻ. മിന്നു എത്ര ബോട്ടിൽ ലോഷൻ വാങ്ങി? 2 ബോട്ടിൽ ലോഷൻ വാങ്ങി. ഒരു ബോട്ടിലിന് 20 രൂപയാണെങ്കിൽ 2 ബോട്ടിലിന് എത്ര എങ്ങനെ കണ്ടുപിടിക്കുക? 2 തവണ 20 കൂട്ടിയാൽ മതി. ഇതിൽ ആഡ് ചെയ്യണം. 20 + 20 എത്രയാണ്? 20 + 20 20 20 എഴുതി കൂട്ടി നോക്കുക. 0 കൂട്ടുമ്പോൾ 0 കിട്ടും. 2 + 2 4. അപ്പോൾ ആൻസർ എത്രയാണ്? 40. അപ്പോൾ 2 ബോട്ടിൽ ലോഷന് എത്ര രൂപയാണ്? 40 റുപ്പീസ്. 40 ഈസ് 20 ഡബിൾ എന്ന് വെച്ചാൽ 20 2 തവണ എഴുതി കൂട്ടുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക. അതിനർത്ഥം എന്താണ്? 40 എന്ന് പറയുന്നത്, അതായത് 20 എന്ന് പറയുന്നത് 40യുടെ ഹാഫ് ആണ്, അല്ലെങ്കിൽ 20ന്റെ ഡബിൾ ആണ്. ഡബിൾ എന്ന് വെച്ചാൽ 2 ഇരട്ടി എന്നാണ് മലയാളത്തിൽ പറയാം. 2 തവണ നമ്മൾ എഴുതി കൂട്ടിയത് കൊണ്ടല്ലേ 40 കിട്ടിയത്. അപ്പോൾ 20ന്റെ ഡബിൾ ആണ് 40. When we add a number to itself, we get double the number. അതിൻ്റെ അർത്ഥം എന്താ? ഡബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു സംഖ്യയെ നമ്മൾ 2 തവണ എഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണോ
അതിനെ നമ്മൾ എന്ത് പറയുക, ഡബിൾ എന്ന് പറയുക കേട്ടോ. ഇവിടെ അടുത്തത് ആമി ബോട്ട് 5 സോപ്പ്. ആമി 5 സോപ്പ് വാങ്ങി. എത്ര സോപ്പ് വാങ്ങി? 5 സോപ്പ്. ഒരു സോപ്പിന് എത്ര രൂപയാ? 10 രൂപ. അപ്പോൾ 5 സോപ്പിന് എത്രയായിരിക്കും? എങ്ങനെ കിട്ടും ആൻസർ? 10 5 തവണ എഴുതി കൂട്ടിയാൽ മതി അല്ലേ? 10 + 10 + 10 + 10 + 10. ആൻസർ എന്താ? 5 തവണ 10 എഴുതി കൂട്ടിയാൽ ഉത്തരം 50 രൂപ. നമ്മൾ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? 2 10s are 20, 3 10s are 30, 4 10s are 40, 5 10s are 50. അടുത്തത് പ്രൈസ് ഓഫ് ദ മോപ്പ്. ഒരു മോപ്പിന്റെ പ്രൈസ് എന്താ നമ്മൾ ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു മോപ്പിന്റെ വില 60 രൂപയാണ് അല്ലേ? അപ്പോൾ 60 രൂപ. പ്രൈസ് ഓഫ് 2 ബ്രൂംസ്. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം എന്താണ്? പ്രൈസ് ഓഫ് 2 ബ്രൂംസ്. 2 ചൂലിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചൂലിന് 30 രൂപയാണെങ്കിൽ 2 ചൂലിന് എന്താണ്, എത്രയായിരിക്കും? 30 + 30. ഇവിടെ നമ്മൾ 2 ബ്രൂമിന്റെ ഇതാണ് കേട്ടോ എഴുതേണ്ടത്. 60 അല്ല 30 ആണ് കേട്ടോ എഴുതി കൂട്ടേണ്ടത്. നമ്മൾ മോപ്പിന്റെ വില തന്നെ എഴുതി കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയാക്കുക. നിങ്ങൾ ശരിയാക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? എങ്ങനെ ശരിയാക്കാന്ന് അറിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ ശരിയാക്കുക? 2 തവണ 30 എഴുതിയിട്ട് ആഡ് ചെയ്യുക. എങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് 60 അല്ല, ഇവിടെ ആൻസർ എന്താ വരിക? ഇവിടെ 30 ആണ് വരിക. 30 30 എഴുതുക. ഒരു ചൂലിന്റെ വില എത്രയാണ്? 30. അപ്പോൾ 30 + 30 എത്ര വരും ആൻസർ? 30. 2 തവണ എഴുതി 30 കൂട്ടുക കേട്ടോ. 30 + 30 ആൻസർ എന്ത് കിട്ടും? ഇവിടെ എല്ലാം 30 ആക്കുക കേട്ടോ. ഇതെല്ലാം 3 ആണ്. ഇവിടെ 60 അല്ല കേട്ടോ 30. അപ്പോൾ 3 + 3 എന്താ ആൻസർ കിട്ടുക? 3 + 3 6. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ 6 വരും. എന്ന് വെച്ചാൽ ആൻസർ എന്ത് വരും? 30 + 30 ആൻസർ 60. അതായത് ഒരു മോപ്പിന്റെ വിലയും 2 ചൂലിന്റെ വിലയും എന്താണ്? സെയിം ആണ്. ഒരു മോപ്പിന്റെ വില 60 ആണ്. 2 ചൂലിന്റെ വില, അതായത് 2 ബ്രൂമിന്റെ വില എന്താണ്? 30 + 30 60. മനസ്സിലായല്ലോ? അടുത്തത് ഹൗസ് വിസിറ്റ്. പ്രിയ ആൻഡ് കവിത, മെമ്പേഴ്സ് ഓഫ് ദ ഹരിതകർമ്മസേന, ആർ കളക്ടിങ് ഗാർബേജ് ഫ്രം ഹൗസസ്. ഹരിതകർമ്മസേനയിലെ അംഗങ്ങളാണ് ആര്? പ്രിയയും കവിതയും. ചിത്രത്തിൽ കാണല്ലേ? ഇവരെന്ത് ചെയ്യാണ്? ഓരോ വീടുകളിലും എത്തിയിട്ട് അവിടെയുള്ള വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യണം. ഗാർബേജ് എല്ലാം കളക്ട് ചെയ്യാണ്. We have to collect garbage from the houses 45 to 99. ഇപ്പോൾ ഏത് വീട്ട് നമ്പർ എവിടെ തൊട്ട് എവിടെ വരെയാണ് കളക്ട് ചെയ്യാൻ പറയുന്നത്? അവർ 45, 45 നിന്നും 99 വരെ നമുക്ക് എന്ത് ചെയ്യണം? ഗാർബേജ് കളക്ട് ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പർ റീഡ് ചെയ്യാൻ അറിയുമെന്ന് കരുതുന്നു. 1 തൊട്ട് 100 വരെ എന്തായാലും എല്ലാവർക്കും നമ്പർ കറക്റ്റായിട്ട് എഴുതാനും അതോടൊപ്പം തന്നെ ആ നമ്പറിന്റെ നെയിം, അതായത് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ 1 2 3 സ്പെല്ലിംഗ് അറിയില്ലേ? അതേപോലെ തന്നെ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളുടെ നമ്പേഴ്സിന്റെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഖ്യകൾ, ഈ നമ്പേഴ്സ് എങ്ങനെ റീഡ് ചെയ്യുക? 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57. അപ്പോൾ അടുത്ത് എന്താ നമ്മളിവിടെ പ്രിയയും കവിത എന്താ പറയണത്? We have done 45 to 57. നമ്മൾ 45 തൊട്ട് 57 വരെയുള്ള വീടുകൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ഗാർബേജ് എടുത്തു കഴിഞ്ഞു. How many houses did we do? നമ്മൾ എത്ര ഹൗസസ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു? ടോട്ടൽ എത്ര വീടുകൾ നമ്മൾ ചെയ്തു എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ 45 ന് 57 എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? എണ്ണി നോക്കിക്കേ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 57 - 45 ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പ്ലസ് എന്ത് ചെയ്യണം? +1 കൂടെ ചെയ്യണം അതിൻ്റെ കൂടെ. അപ്പോഴാണ് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക അല്ലേ? അപ്പോഴാണ് നമുക്ക് അതായത് 57 - 45 +1 ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ എണ്ണി നോക്കിയാലും ഉത്തരം കിട്ടും. 13 ആണ്. അപ്പോൾ അടുത്ത് നമ്മുടെ എന്താണ് കവിത എന്താ പറയുന്നത്? സോ ഓൺലി 58 to 99 ആർ ലെഫ്റ്റ്. അതിനർത്ഥം ഇനി എന്താണ്? നമുക്ക് 58 തൊട്ട് 99 വരെ ഇനി എന്തുണ്ട്? ബാക്കിയുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് കണ്ടെത്തണം? ഹൗ മെനി ആർ ലെഫ്റ്റ്. ഇനി എത്ര വീടുകൾ കൂടെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. വീടുകളിൽ കൂടെ പോകാനുണ്ട് 58 ന്ന് 99. അപ്പം 99 - 58 +1 ചെയ്യുക. അപ്പം ആൻസർ കിട്ടും. ഇതുണ്ടോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ ആൻസർ. ബാക്കി എത്ര വീടുകൾ കളക്ട് ചെയ്യാനുണ്ട്? 42 ഉണ്ട് അല്ലേ? 42 ഉണ്ട്. എങ്ങനെ ചെയ്താൽ മതി? 99 - 58. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് കരുതുന്നു. മൈനസ് ചെയ്യാൻ ഇതുപോലെ എഴുതി മൈനസ് ചെയ്യുക. 99 - 58 എങ്ങനെയാ മൈനസ് ചെയ്യാന്ന് അറിയില്ലേ? ഇനി എന്ത് ചെയ്യുക? 9 ന്ന് 8 കുറയ്ക്കുക. 9 - 8 എന്താണ് ആൻസർ? 1. 9 - 5 ആൻസർ എന്താ? 41. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇതിന് കൂടെ ഒരു ഒന്നും കൂടെ കൂട്ടിയാലാണ് ഇവിടുത്തെ ഉത്തരം കിട്ടുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഉത്തരം കിട്ടണമെങ്കിൽ അങ്ങനെയാണ്. ലാസ്റ്റ് നമ്പറിന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ട് +1 ചെയ്യുക. 41 + 1 42. ഓക്കെ.
ഇനി അടുത്ത ഇവിടെ ചെയ്യേണ്ട എന്താ, റൈറ്റ് നമ്പേഴ്സ് ഫ്രം 58 to 99 ഇൻ ഓർഡർ. 58 വരെ ഇവിടെ എഴുതി, 57 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, 58 തൊട്ടിട്ട് 99 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ തെറ്റുകൂടാണ്ട് എഴുതാനാണ് പറയുന്നത്. എഴുതി നോക്കുക. എങ്ങനെയാണ് വായിക്കുക, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. Next page, Kavita is arranging the remaining stickers in order to paste them on the houses. അപ്പോൾ എന്താണ്, ഓർഡറിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് അല്ലേ. കവിത ഈസ് അറേഞ്ചിങ് ദ റിമൈനിങ് സ്റ്റിക്കേഴ്സ് ഇൻ ഓർഡർ ടു പേസ്റ്റ് ദം ഓൺ ദ ഹൗസസ്. വീടുകൾ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ആണ്. ദെൻ സം ഓഫ് ഹർ ഫ്രണ്ട്സ് കെയിം ഓവർ, ഈച്ച് ടൂക്ക് എ കാർഡ് ആൻഡ് റീഡ് ഇറ്റ് അലൗഡ്. അപ്പോൾ ഈ കാർഡുകളിൽ ഓരോ നമ്പേഴ്സ് ഇവർ ഓരോരുത്തരായിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സംഖ്യ എത്രയാണെന്ന് റീഡ് ചെയ്യണം, അവർക്ക് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്പർ നെയിം എഴുതാൻ അറിയണം. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞത് 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ പേര് എഴുതാൻ പഠിക്കണം, സ്പെല്ലിംഗ് എഴുതാൻ പഠിക്കണം പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അതാണ് നമ്മുടെ പ്രവർത്തനം, ആക്ടിവിറ്റി. ഇവിടെ നോക്കൂ, ഇത് ഏതാണ് നമ്പർ, 84. അപ്പോൾ കണ്ടോ സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്നത് 84. അടുത്തതോ 93, നെക്സ്റ്റ് 78, നെക്സ്റ്റ് 85. അടുത്തത് ഇവിടെ നെയിം എഴുതിയിട്ടുണ്ട്, നമ്മൾ നമ്പർ എഴുതണം 97. അടുത്തത് ഒരു നമ്പർ എഴുതുക, ഇതിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എഴുതിയിട്ട് അതിന്റെ നെയിമും കൂടെ എഴുതുക കേട്ടോ. ഇവിടെ നമ്മൾ 89 ആണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഇവിടെയുള്ള നമ്പേഴ്സിന്, അതായത് ഈ നമ്പേഴ്സിന് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 84 എഴുതി നമ്മൾ. അടുത്തത് 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. ഓർഡർ, ഇവിടെയുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാനാണ് പറയണത്, ഓർഡറിൽ എഴുതാനാണ് പറയണത്. അടുത്തത് നമ്പർ കാർഡ്സ്. While cleaning the house, Raihan and Riya found a bag. അപ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ റൈഹാനും റിയയ്ക്കും ഒരു ബാഗ് കിട്ടി. അപ്പോൾ അവർ എന്താ ബാഗിനുള്ളിൽ നോക്കുകയാണ് കേട്ടോ. ഓ, ഇറ്റ്സ് ഫുൾ ഓഫ് നമ്പർ കാർഡ്സ്. അതിനുള്ളിൽ ഫുൾ എന്താ ഉള്ളത്, നമ്പർ കാർഡുകളാണുള്ളത്. ആൻഡ് ദർ ആർ റെഡ് ആൻഡ് ബ്ലൂ. റെഡ് കളറും ഉണ്ട്, ബ്ലൂ കളർ, റെഡ് കളറും ഉണ്ട്, എന്താണ് ബ്ലൂ കളറിലുള്ള കാർഡുകളാണ് കേട്ടോ. ദേ ആഡഡ് ദ നമ്പർ ഓൺ എ റെഡ് കാർഡ് ആൻഡ് ദ നമ്പർ ഓൺ എ ബ്ലൂ കാർഡ് ആൻഡ് മേക്ക് ന്യൂ നമ്പേഴ്സ്. സീ ദോസ് നമ്പർ. അവർ എന്ത് ചെയ്തു, ഒരു റെഡ് കാർഡും ഒരു ബ്ലൂ കാർഡ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യണം, പുതിയ നമ്പേഴ്സ് ഉണ്ടാക്കി നോക്കി. അങ്ങനെ കിട്ടിയ അവരുണ്ടാക്കിയ നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. 50 കണ്ടോ, ഈ ഒരു 50 എടുത്തു, പിന്നെ ഒരു 7 എടുത്തു. അങ്ങനെ അവർ ഉണ്ടാക്കിയ നമ്പർ ഏതാ, 57. അതേപോലെ അടുത്ത് 81, 68, 79, 47. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ എഴുതിയ നമ്പേഴ്സിനെ ചെറുതിൽ നിന്നും വലുതെന്ന ഓർഡറിൽ എഴുതുക. എന്ന് വെച്ചാൽ ആദ്യം ഏറ്റവും ചെറിയ നമ്പർ എഴുതുക, അടുത്ത നമ്പർ. അപ്പോൾ ഒരു അസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറയുന്നത് കേട്ടോ. ചെറുതിൽ നിന്നും വലുതെന്ന ഓർഡറിൽ പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ കേട്ടോ. ഈ എഴുതിയിരിക്കുന്ന 5 നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ, 47, അടുത്തത് 57, അടുത്തത് 68, 79, 81. Now you can make numbers like this. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എന്ത് ചെയ്യാനാണ്, ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്പർ ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം എന്ത് എഴുതുക, നമ്പേഴ്സ് ഉണ്ടാക്കി എഴുതുക അല്ലെ. ഒരു 15 റെഡ് കാർഡ് എടുത്തു, ഒരു 5 ബ്ലൂ കാർഡ് എടുത്തിട്ട് 55. അടുത്തത് 80 + 7, 87, 60 + 4, 64. ഈ കാർഡുകൾ ഇത് ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ. ഉണ്ട്, 40 ഉണ്ട്, 3 ഉണ്ട്, അപ്പോൾ 43. 50 + 9, 59. Write the numbers from the largest to the smallest. ഇനി എന്ത് എഴുതാനാണ് പറയുന്നത്, നമ്മളിപ്പോൾ എഴുതിയില്ലേ ഈ നമ്പേഴ്സ്, ഇതിനെന്ത് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുതെന്ന ഓർഡറിൽ എഴുതുക. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക കേട്ടോ. വലുതിൽ നിന്ന് ചെറുതെന്ന ഓർഡറിൽ. അപ്പോൾ ആദ്യം 87, 64, 59, 55, 43. Next page, like this, add the numbers on the other cards and write them. അപ്പോൾ ഇതേപോലെ ഇവിടെയുള്ള ഏതൊക്കെ കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാം, ആ നമ്പേഴ്സ് ഒക്കെ ഇവിടെ എഴുതുക കേട്ടോ. അത് നമ്മളിവിടെ എഴുതാത്ത നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി ചേർക്കുക. 41, 42, 43, 44, 45, 46. അങ്ങനെ ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ഈ കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം ഓർഡറിൽ എന്ത് ചെയ്യുക, ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓർഡറിൽ ഇവിടെ എഴുതുക. അടുത്തത് 1s and 10s. Hygiene club members made
പേപ്പർ സ്ട്രോസ്. ഹൈജീൻ ക്ലബ് മെമ്പേഴ്സ് എന്തുണ്ടാക്കി കൊടുക്കുകയാണ്? പേപ്പറിന് വെച്ചിട്ടുള്ള സ്ട്രോ ഉണ്ടാക്കുകയാണ് അല്ലേ. ദി അറേഞ്ച് ദ സ്ട്രോസ് ആസ് ബഞ്ചസ് ഓഫ് 10 ആൻഡ് സം ലൂസ് വൺസ്. അപ്പോൾ 10 വരുന്ന ഓരോ കെട്ടും, പിന്നെ കുറച്ചെണ്ണം ലൂസായിട്ട് വെച്ചിട്ടുണ്ട്. സീ ഹൗ ഈച്ച് ഹാസ് അറേഞ്ച്ഡ് ദ സ്ട്രോസ്, കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കിയ സ്ട്രോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ശ്രീഷ് ഉണ്ടാക്കി നോക്കാം. ഇത് നോക്ക്, 10 വരുന്ന 4 കെട്ട്, 1 2 3 4. അപ്പം 4 എന്താണ്? 4 10 ഉണ്ട്. എത്ര എണ്ണം ഓരോന്ന് എത്ര ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5. 5 തനിച്ചുണ്ട് അല്ലേ. അതായത് എത്ര 10 4 10s and 5 ones എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു 10കൾ, അതായത് 1 10s are 1, 2 10s are 2, 3 10s are എന്താണ് 2 10s are 20, 3 10s are 30, 4 10s are 40. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ, ടെൻസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ 4 10s are എത്രയാ? 40 എന്ന് എന്ത് ചെയ്യുക? അതുപോലെ നമ്പറിൽ എഴുതുക. 40 and 5 എത്രയാണ്? 40ൻ്റെ കൂടെ 5 പ്ലസ് ചെയ്താൽ കൂട്ടിയാൽ ഉത്തരം എത്രയാ? 45. അടുത്തത് അനിക എത്ര ടെൻസ് ഉണ്ട് അനികയുടെ കയ്യിൽ? 1 2 3 4 5 6 7. അപ്പൊ 7 ടെൻസ്. എത്ര വൺസ് ആണ്? 1 2 3 3 ones എന്ന് വെച്ചാൽ 7 ടെൻസ് ആർ 70. 70 and 3, 70ന്റെ കൂടെ 3 പ്ലസ് ചെയ്താൽ ഉത്തരം എന്താണ്? 73. അടുത്തത് നന്ദുവിന്റെ കയ്യിൽ എത്ര 10 ഉണ്ട്? 1 2 3 4 5 6 10s. എത്ര വൺസ് ആണുള്ളത്? 1 2 3 4 5 6 7 ones. 6 10s എന്ന് വെച്ചാൽ എത്രയാ? 60 and 7. 60 and 7. 60ന്റെ കൂടെ 7 പ്ലസ് ചെയ്ത ഉത്തരം എന്താണ്? 67. അടുത്തത് ആരുഷാണ്. ആരുഷിന്റെ കയ്യിൽ എത്ര 10 ആണുള്ളത്? 1 2 3 4 5 6 7 8 9. 9 10സും എത്ര വൺസ് ആണ്? 1 2 3 4 വൺസും. എത്ര വൺസ് ആണ്? 4 വൺസ്. 9 10s are 90 and 4. 90ന്റെ കൂടെ 4 പ്ലസ് ചെയ്ത ഉത്തരം എന്താണ്? 94. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ 4 നമ്പേഴ്സിനെയും ചെറുതിൽ നിന്ന് വലുതെന്ന് ഓർഡറിൽ എഴുതുക കേട്ടോ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 45, അടുത്തത് 67, അടുത്തത് 73, ലാസ്റ്റ് വൺ 94. അടുത്തത് പുട്ടിംഗ് ടുഗദർ. സീ ദ പേപ്പർ സ്ട്രോസ് അദ്വിത ആൻഡ് നന്ദു മേഡ്. അപ്പൊ അദ്വിതയും നന്ദു ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി പേപ്പർ സ്ട്രോസ് ഡിഡ് അദ്വിത മേക്ക്? അദ്വിത എത്ര സ്ട്രോ ഉണ്ടാക്കി? 1ൽ 10. അപ്പൊ ഇവിടെ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട് അല്ലേ. 2 10s are 20 പ്ലസ് ഇവിടെ എത്ര 1 ഉണ്ട്? 1 2 3. അപ്പൊ 20 പ്ലസ് 3 23. അടുത്തത് ഹൗ മെനി പേപ്പർ സ്ട്രോസ് ഡിഡ് നന്ദു മേക്ക്? നന്ദു ഉണ്ടാക്കിയതോ എത്ര 10 1 2 3 4 5 6 10ഉം 6 10s are 60. എത്ര 1 2 3 4 5 6 7 അല്ലേ. അപ്പൊ 60 പ്ലസ് 7 67. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രോസ് ദേ മേഡ്? രണ്ടാളും കൂടെ എത്ര സ്ട്രോ ഉണ്ടാക്കി? ടോട്ടൽ എത്ര ഉണ്ടാക്കി? 23 പ്ലസ് 67. എങ്ങനെ പ്ലസ് ചെയ്യാം? 3 പ്ലസ് 7. ആൻസർ എന്താ? 10. 10ന്റെ 0 താഴെ എഴുതി, 1 മേലെ 2ന്റെ മേലെ എഴുതി. then 1 plus 2 3 plus 6 9. അപ്പോൾ രണ്ടാളും കൂടെ എത്ര സ്ട്രോ ഉണ്ടാക്കി? 90. മനസ്സിലായല്ലോ? അടുത്തത് ഹൗ ഐ ഫൗണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടി? പ്ലസ് ചെയ്ത് നോക്കി അല്ലേ. 23 പ്ലസ് 67 90 എന്ന് കിട്ടി. ഹൗ മൈ ഫ്രണ്ട് ഫൗണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിന് എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത പേജ്. ലെറ്റ്സ് മേക്ക് ബാഡ്ജസ്. നമുക്ക് ബാഡ്ജസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെമ്പേഴ്സ് ഓഫ് ദ ഹൈജീൻ ക്ലബ് മെയ്ഡ് ബാഡ്ജസ് ഫോർ ദം. കളർ ദീസ് ബാഡ്ജസ്. ഈ ബാഡ്ജസ് കളർ ചെയ്യാനാണ് പറയണത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന കളർ കണ്ടോ? അതേ കളർ എന്ത് ചെയ്യുക? ഇവിടെ നിറം കൊടുത്തിട്ട് അതേ ഓർഡറിൽ നിറം കൊടുക്കുക കേട്ടോ ഈ ബാഡ്ജിൽ. ജോയിൻ ദ നമ്പേഴ്സ് ഓൺ ദ ബാഡ്ജ് ഇൻ ഓർഡർ ആൻഡ് റൈറ്റ് ദം. ഇനി അടുത്ത ഈ ബാഡ്ജ് നോക്കൂ. ഇവിടെ ഈ ആരോ ശ്രദ്ധിക്കുക. ആദ്യം എഴുതിക്കുന്ന നമ്പർ നോക്കൂ, 50 ആണ്. 50 കഴിഞ്ഞ് ആരോ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? 55ലോട്ടാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? ജോയിൻ ദ നമ്പേഴ്സ്. ആദ്യം നമ്പേഴ്സ് ജോയിൻ ചെയ്യണം. 50 55ലോട്ട് പോയി അടുത്തത് എങ്ങോട്ടേക്കും ഉണ്ടാവുക? നേരെ 60ലോട്ട് പോകും അല്ലേ. ഈ ബാഡ്ജ് എങ്ങോട്ട് പോകും? 60ലേക്ക് പോകും. പിന്നെ 65, പിന്നെ 70 75 അല്ലേ. 75, അടുത്തത് 80 85
90, 95. ലാസ്റ്റ് എങ്ങോട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്? 50 തന്നെ ജോയിൻ ചെയ്യും അല്ലേ? അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. 50, 55, 60, 65, 70, 75, 80, 85, 90, 95. അടുത്ത ബാച്ച് നേരെ നോക്കൂ, റിവേഴ്സിലാണ് വരുന്നത്. കൂടുകയല്ല ചെയ്യേണ്ടത്, ഇൻക്രീസ് അല്ല ഡിക്രീസ് ആവുകയാണ്. 78 76 ആയി. അടുത്തത് 74, അടുത്തത് 72, 70, 68, 66, 64, 62, 60, 58, 56 അല്ലേ? ഇങ്ങനെയാണ് വരുന്നത് ഈ ബാച്ച്. അപ്പം അതേപോലെ എഴുതുക. 78 സ്റ്റാർട്ട് ചെയ്തു, 76, 74, 72, 70, 68, 66, 64, 62, 60, 58, 56. അടുത്തത് സവാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ അറേഞ്ചിങ് ദി ബാഡ്ജസ്. ദേ അറേഞ്ച്ഡ് 50 ബാഡ്ജസ്. അപ്പോൾ സവാനും കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ബാഡ്ജ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അവർ എത്ര ബാഡ്ജസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്? 50 ബാഡ്ജസ് ഉണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ മൊത്തം 50 ബാഡ്ജസ് ഉണ്ട്. ദേ ആർ കൗണ്ടിങ് ദ റിമൈനിങ് ബാഡ്ജസ്. അപ്പോൾ 50 എണ്ണം, അതായത് ഇതിൽ കണ്ടോ, ഇത് ഒന്ന് 10 ഉണ്ട്. ഇവിടെ എത്ര 10 ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 50 ഉണ്ട് അല്ലേ? 5 10s 50 അറേഞ്ച് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ബാഡ്ജസ് ഒക്കെ എണ്ണി നോക്കുകയാണ് കേട്ടോ. 50 and 1. 50ന്റെ കൂടെ 1 പ്ലസ് ചെയ്താൽ എന്താണ്? ഈസ് 51. 51 and 1. 51ന്റെ കൂടെ 1 കൂട്ടിയാലോ? ഈസ് 52. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. 50 പ്ലസ് 1 51. 51 പ്ലസ് 1 52. 52 പ്ലസ് 1 53. 53 പ്ലസ് 1 54. അപ്പോൾ അടുത്ത ലൈൻ എന്ത് വരും? 54 പ്ലസ് 1 55. 55 പ്ലസ് 1 56 അല്ലേ? നിവേദ് ഫ്രോട്ട് ലൈക്ക് ദിസ്. അപ്പം നിവേദ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സഫ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? സഫ wrote in another way. വേറൊരു രീതിയിലാണ് സഫ എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? 50 പ്ലസ് 1 51. 50 പ്ലസ് 2 52. 50 പ്ലസ് 3 53. 50 പ്ലസ് 4 54. 50 പ്ലസ് 5 55. 50 പ്ലസ് 6 56. 50 പ്ലസ് 7 57. 50 പ്ലസ് 8 58. They arranged 60 badges. അവർ എത്ര ബാഡ്ജസ് അറേഞ്ച് ചെയ്തു? 60 ബാഡ്ജസ് അവർ അറേഞ്ച് ചെയ്തു. ഈച്ച് സെറ്റ് 60 ഇൻ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഓരോരുത്തരും 60നെ ഡിഫറെൻറ്റ് വേയിലാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും. 60 ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും നമ്പർ തന്നിട്ട് ഇതുപോലെ ഡിഫറെൻറ്റ് വേയിൽ എഴുതാൻ പറയാറുണ്ട്. എക്സാമിന് വരാറുണ്ട് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 60 എങ്ങനെയൊക്കെ നമുക്ക് 60 ആക്കാം? 50 പ്ലസ് 10 എന്താണ് ആൻസർ? 60. 6 10s 60. 59 and 1 together എന്ന് വെച്ചാൽ കൂട്ടുക, പ്ലസ് ചെയ്യുക. എന്താ ആൻസർ? 60. 50 പ്ലസ് 5 പ്ലസ് 5 ആൻസർ 60. 10 ലെസ് ദാൻ 70. 70നെക്കാട്ടിലും 10 കുറവ്, 10 കുറവ്. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 70 10 മൈനസ് ചെയ്താൽ ആൻസർ എന്താ? 60. അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് 60ൻ്റെ ചുറ്റും എഴുതുക കേട്ടോ. ഇവിടെ നോക്കൂ, ബിറ്റ്വീൻ 59 ആൻഡ് 61. 59ൻ്റെയും 61ൻ്റെയും നടുക്കുള്ള ബിറ്റ്വീനുള്ള സംഖ്യ ഏതാ? 60. 59 പ്ലസ് 1 60. 10 മോർ ദാൻ 50. 50നെക്കാട്ടിലും 10 കൂടുതൽ. എന്താ ഉത്തരം? 60. പിന്നെ എങ്ങനെ എഴുതാം? 5 10s and 10 ones. 60 ones. 1 before 61. 61ന് തൊട്ട് മുമ്പ് ഒന്നുള്ളത് ഏതാ? 60. 65 മൈനസ് 5. 70 മൈനസ് 5. 70 മൈനസ് 5 അല്ല, 70 മൈനസ് 10 ആക്കണം കേട്ടോ. ഇത് 5 അല്ലേ, ഇവിടെ 10 ആണ്. 70 മൈനസ് 10. 5 ലെസ് ദാൻ 70. 5 അല്ല ഇതും അതുപോലെ മാറ്റുക. 10 ആണ് കേട്ടോ, 10 ആക്കുക. 35 10 ലെസ് ദാൻ 70 എന്ന് വെച്ചാൽ 70നെക്കാട്ടിലും 10 കുറവ്. 1 10 50 ones. 50 പ്ലസ് 10 50 പ്ലസ് 10. 55 പ്ലസ് 5. 70 മൈനസ് 10. ഇതെല്ലാം എന്താണ്? ഇവിടെ ഓൾറെഡി നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല. 70 മൈനസ് 10. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതുക? 6 10s എഴുതുക കേട്ടോ. ഇതിൽ 6 10s എഴുതിയാൽ കറക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ 60നെ ഡിഫറെൻറ്റ് വേയിൽ എഴുതുന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്തത് ക്ലീൻ ഹൗസ്. See the list of 5 houses which got the highest mark in the clean house competition. അങ്ങനെ ക്ലീൻ ഹൗസ് കോമ്പറ്റീഷൻ നടന്നു. അതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ 5 വീടുകളുടെ പേരും മാർക്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫൈൻഡ് ദ ഫസ്റ്റ് 5 പൊസിഷൻസ് ആൻഡ് റൈറ്റ് ഇൻ ടേബിൾ. അപ്പോൾ ആദ്യത്തെ 5 പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് വീടിൻ്റെ പേരും മാർക്കും എഴുതുക. അപ്പോൾ ഏതൊക്കെ വീടാ? നീലാംബരി 89 മാർക്ക്, ശ്രീപദം 68, തണൽ 99, അതിഥി 90,
മേഘാമൃതം 71. അപ്പൊ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് ഏത് വീടിനാ? 99 അല്ലേ? ഏറ്റവും വലിയ നമ്പർ 99 അല്ലേ? തണൽ. അപ്പൊ തണൽ എന്ന വീട് പേര് എഴുതുക, മാർക്ക് 99. അടുത്ത വലിയ നമ്പർ ഏതാ? 99 എഴുതി. ഇനി അടുത്ത നമ്പർ ഏതാ വലുത്? 90 ആണ് അല്ലേ? 90 അതിഥിയാണ്. അതിഥി 90. അടുത്തത് ഏതാ? 89 നീലാംബരി 89. നെക്സ്റ്റ് മേഘാമൃതം 71. അഞ്ചാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത്? അഞ്ചാമത് ശ്രീപദം 68. How many marks did the first place get? ആദ്യത്തെ പ്ലേസിൽ ഫസ്റ്റ് കിട്ടിയ വീട്ടിൽ എത്ര മാർക്ക്? ഹൗ മെനി മാർക്സ് കിട്ടി? 99. ഹൗ മെനി മോർ ദാൻ ദ സെക്കൻഡ് പ്ലേസ്? അതായത് രണ്ടാമത്തെ വീടിനെക്കാട്ടിലും എത്ര മാർക്ക് അധികമാണ് ഒന്നാമത്തെ വീടിന് കിട്ടിയിരിക്കുന്നത്? അതായത് 99 മൈനസ് 90. ആൻസർ എന്താ വരിക? 9 മൈനസ് 0 9. 9 മൈനസ് 9 0. അപ്പോൾ 9 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ പ്രൈസ് കിട്ടിയ വീടിനേക്കാളും ഒന്നാമത് തണലിന് കിട്ടിയിരിക്കുന്നത് 9 മാർക്ക് അധികം കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ മാർക്ക് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് പ്ലേസ്? ഫസ്റ്റും തേർഡ് പ്ലേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 99 മൈനസ് 89 ചെയ്യണം കേട്ടോ. 99 മൈനസ് 89. 9 മൈനസ് 9 0. 9 മൈനസ് 8 1. അപ്പം എന്താണ്? മൂന്നാമത്തെ തേർഡ് പ്ലേസിന് ഫസ്റ്റ് പ്ലേസിന് തേർഡ് പ്ലേസിനെക്കാട്ടിലും 10 മാർക്ക് അധികമുണ്ട്. മനസ്സിലായല്ലോ? അടുത്തത് ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ? ഇപ്പം എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്? മൊത്തം എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ എന്താ അടുത്തത് ബോയ് എന്താ പറയുന്നത്? സ്മോളസ്റ്റ് നമ്പർ വിത്ത് 2 ഡിജിറ്റ് ഈസ് 10. അതായത് 2 ഡിജിറ്റ് നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 2 ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് 1 ഡിജിറ്റ് നമ്പേഴ്സും 10 അല്ലെ 10 എഴുതുന്നത് എങ്ങനെയാ? 1 എഴുതി 0 എഴുതണം അല്ലെ? ഇപ്പോൾ എന്താ 1 2 ഇതിങ്ങനെ എഴുതുന്നതാണ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. 10 തൊട്ടിട്ട് 99 വരെയുള്ള നമ്പേഴ്സ് എന്താണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താ അടുത്ത മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞത്? 99 is the largest 2 digit number isn't it? എന്താ ചോദിക്കുന്നത്? ശരിയല്ലേ ചോദിക്കണം അല്ലേ? 99 അല്ലേ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ? ശരിയാണ്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10. ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാ? 99. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ എന്നാണ്. ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. 99 10 മൈനസ് ചെയ്യുക. അപ്പോൾ 89 കിട്ടും അല്ലേ? 89 ആണോ? 89ന്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു 1 കൂടെ കൂട്ടി നോക്കുക. അതായത് നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് എവിടെ? 10 നമ്മൾ തുടങ്ങില്ല. അപ്പോൾ 10 തൊട്ട് നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് 99 വരെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 90. അടുത്തത് Amaya's house won the first place in the clean house competition, got 99 marks. Everyone was happy. അപ്പോൾ അമ്മയുടെ വീടിനാണ് നമ്മുടെ ഹൗസ് കോമ്പറ്റീഷൻ ക്ലീൻ ഹൗസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയത്, 99 മാർക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഇഫ് ഐ ഗോട്ട് 1 more mark, അപ്പോൾ അമ്മയെ ചോദിക്കുകയാണ് എനിക്ക് 1 മാർക്ക് കൂടെ അധികം കിട്ടിയിരുന്നെങ്കിലോ? ഇഫ് ഷീ ഗോട്ട് 1 more mark, what will it become? അപ്പോൾ 99 കൂടെ 1 പ്ലസ് ചെയ്താൽ അടുത്ത നമ്പർ എത്രയാണ്? 99 കഴിഞ്ഞാൽ 99ന്റെ കൂടെ 1 പ്ലസ് ചെയ്താൽ 1 കൂട്ടിയാൽ ഉത്തരം 100. എത്രയാണ്? 100. എങ്ങനെയാ 100 എഴുതാൻ അറിയോ നിങ്ങൾക്ക്? 99 കഴിഞ്ഞ അടുത്ത നമ്പറാണ് 100. 100 എഴുതുന്നത് എങ്ങനെയാ? 1 എഴുതി, അതായത് 10 എഴുതിയിട്ട് 10ന്റെ ഒരു 0 കൂടി ഇട്ടാൽ എന്താണിത്? 100. മനസ്സിലായല്ലോ? അതിന്റെ അർത്ഥം 9 10s and 9 1s is 99. 99 and 1. 99 plus 1 100. 100ൽ എത്ര 10 ഉണ്ട്? 9 10s are 90 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 10 10s ആണ് എന്ത്? 100 എന്ന് പറയുന്നത്. 100ൽ എത്ര 10 ഉണ്ട്? എത്ര 10 ആണുള്ളത്? 10. 10 10s ആണ് എന്ത്? 100. ഓക്കെ. നമ്മൾ 100നെ നമ്മൾ ഡിഫറെന്റ് വേയിൽ എഴുതുന്നതാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 100 ഏത് നമ്പറിന്റെ കൂടെ 10 കൂട്ടിയാലാണ് 100? 90. എങ്ങനെ കിട്ടി ഉത്തരം? എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്? 100ന്ന് 10 മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 90 കിട്ടും. അപ്പോൾ 90 പ്ലസ് 10 100. 99 പ്ലസ് 1 100. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 10 പറഞ്ഞു. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 100. 95 പ്ലസ് 5 എത്രയാണ്? 100. 50 പ്ലസ് 5 ഉത്തരം എന്താണ്? 100. അപ്പോൾ 50 നോക്കൂ, ഒരേ നമ്പർ 2 തവണ കൂട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 50ന്റെ ഡബിൾ ആണ് എന്ത്? 100 എന്ന് വെച്ചാൽ
100ന്റെ ഹാഫ് ആണ്, 100ന്റെ പകുതിയാണ് 50 എന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. 80 + 20 ആൻസർ എന്താ 100. ഇനി നമുക്ക് ടെൻസ് ഒന്ന് റീഡ് ചെയ്യാം. 5 tens 50, 6 tens 60, 7 tens 70, 8 tens 80, 9 tens 90, 10 tens 100. ബിയോണ്ട് 100 എന്ന് വെച്ചാൽ 100 കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? മേ ഐ ജോയിൻ യു എന്ന് പറഞ്ഞ് ചോദിക്കണം. ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോട്ടെ. ഐ ഹാവ് ടു ലീവ് വെൻ യു കം. ഓക്കെ, കം ഓൺ പറയണല്ലേ. അങ്ങനെ 100ന്റെ കൂടെ ജോയിൻ ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയണത്? ഈ 0 പറയുകയാണ്, ഞാൻ പോകുന്നു എന്ന് പറയുകയാണ് അല്ലേ. അതായത് ഈ 100ലെ ഈ അവസാനത്തെ 0 പോയിട്ട് ആര് വരികയാണ്? 1 ജോയിൻ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് 101? 100 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്? 101 ആണ് കേട്ടോ. അപ്പൊ 100ന്റെ കൂടെ 1 പ്ലസ് ചെയ്താൽ 0യും 1ഉം പ്ലസ് ചെയ്താൽ ഉത്തരം എന്താണ്? 1. 0ന്റെ കൂടെ ഏതോ ഒരു നമ്പർ പ്ലസ് ചെയ്താലും ഉത്തരം എന്താണ്? ആ പ്ലസ് ചെയ്ത നമ്പർ ആയിരിക്കും കേട്ടോ. അപ്പൊ 1 പ്ലസ് ചെയ്തു, 1 ആണ് ആൻസർ. ഇവിടെ 0ന്റെ അടിയിൽ ഒന്നുമില്ല, 0നെ ഇറക്കിയിട്ടു, 1നെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. അപ്പൊ 101. ഇതെങ്ങനെ റീഡ് ചെയ്യുക? 101 അല്ലേ. എങ്ങനെയാണ്? 101. 100 plus 1, the next number after 100, 101. അതേപോലെ 100 കൂടെ 4 കൂട്ടിയാലോ? 104. 105 ആണെങ്കിലോ? ഇവിടെ 100 plus 5 എത്രയാ? 105. 100 plus 9 എന്താണ്? 109. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ഈ കോളം കംപ്ലീറ്റ് ചെയ്യുക. 100 plus 1, 101. 100 plus 1, 101, 101 plus 1, 102. 102 plus 1, 103. 103 plus 1, 104. അപ്പോൾ അടുത്ത് എന്ത് വരും? 104 plus 1, 105. 105 plus 1, 106. 106 plus 1, 107. 107 plus 1, 108. 108 plus 1, 109. 109 plus 1, 9 കഴിഞ്ഞ അടുത്ത് എന്താണ്? 10 ആണ് വരുന്നത് അല്ലേ. അപ്പൊ അടുത്ത 0, 100ലെ 2 0യും പോയിട്ട് അവിടെ 10 എഴുതണം കേട്ടോ. 109 plus 1, 110. ഇതന്നെ വേറൊരു രീതിയിലും എഴുതാം. 100 plus 1, 101. 100 plus 2, 102. 100 plus 3, 103. 100 plus 4, 104. 100 plus 5, 105. 100 plus 6, 106. 100 plus 7, 107. 100 plus 8, 108. 100 plus 9, 109. 100 plus 10, 110. What is 1 added to 109? 109 കൂടെ 1 ആഡ് ആയാൽ എന്ത് സംഭവിക്കുന്നു? 110. എന്താവും ഉത്തരം? 110 ആവും അല്ലേ. ആൻസർ 110. സോ 120 make. അടുത്തത് 110 കഴിഞ്ഞ് 111. സാധാരണ നമ്മൾ എണ്ണില്ലേ, 10 കഴിഞ്ഞ 11, 12, 13 പോലെ തന്നെ 111, 112, 113 അങ്ങനെ എണ്ണി പോയിട്ട് 20 എത്തുന്ന സമയത്ത് 100 കൊണ്ട് 20 എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? 120 make 120. 130 make 130. 1 added to 109 and 10 added to 100 are equal to 110. 40 more than 100 എന്ന് വെച്ചാൽ 100നെക്കാട്ടിലും 40 കൂടുതലാണെങ്കിൽ എന്ത് പറയും? 140. 140. 100 plus 80 എന്താണ്? 180. 11 tens make 11 10 ചേരുന്നതാണ് എന്ത്? 110. അടുത്തത് let's write the numbers. We can write the number on the stickers. Some numbers are not written. Can you write them? ഇവിടെ വിട്ടുപോയ നമ്പേഴ്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. 101, 102, 103 ബാക്കിയുള്ള നമ്പേഴ്സ് വിട്ടുപോയത് ഫില്ല് ചെയ്യുക. ഇതുപോലെ എഴുതി ചേർക്കുക. What is the relation between the numbers in the colored box? ഈ കളർ ചെയ്ത ബോക്സിനുള്ള ഉള്ളിലുള്ള നമ്പേഴ്സിന്റെ എന്താണ് റിലേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ നമ്പേഴ്സ്? 105, 115, 125, 135, 145. എന്താണ് റിലേഷൻ? increases by 10. 10 കൂടി കൂടി വരികയാണ്. പാറ്റേൺ പോലെയാണ് അല്ലേ. 10 ഇൻക്രീസ് ചെയ്ത് വരികയാണ്. give yellow color to 5 numbers which increase by 5. 5 ഇൻക്രീസ് ചെയ്ത് വരുന്ന നമ്പേഴ്സിന് യെല്ലോ കളർ, ഈ ബോക്സിൽ യെല്ലോ കളർ കൊടുക്കാൻ പറയാണ് കേട്ടോ. 5 ഇൻക്രീസ് ചെയ്ത് വരിക എന്ന് വെച്ചാൽ 105, 110, 115, 120, 125, 130, 135, 140, 145, 150.
ഡിഡ് എവ്രി വൺ കളർ ദ സെയിം നമ്പേഴ്സ്? എല്ലാവരും ഇതേ നമ്പേഴ്സ് തന്നെയാണോ കളർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അടുത്തത് റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെയും എന്താണ് മിസ് ചെയ്ത നമ്പേഴ്സ്, വിട്ടുപോയ നമ്പേഴ്സ് എഴുതി ചേർക്കുക. 151 തുടങ്ങിയിട്ടുണ്ട്, അവസാനം 200 വരെയാണ് എഴുതി ചേർക്കേണ്ടത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇതുപോലെ എഴുതി ചേർക്കുക. വിട്ടുപോയ എല്ലാ നമ്പേഴ്സും കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതി ചേർക്കുക കേട്ടോ. 199 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താ വരിക? 200. 199 and 1 ചേരുന്നത് എന്താണ്? 200. 100 added to 100. അതുപോലെ തന്നെ എന്താണ് 200 പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എത്ര 100 ആണ് 200 ഉള്ളത്? 200. 100 plus 100 എന്താണ്? 200. How do we add 190 and 10? അതേപോലെ നമുക്ക് എങ്ങനെയൊക്കെ 200 കിട്ടും? ഒന്നെങ്കിൽ 100 plus 1 ചെയ്താൽ 200 കിട്ടും അല്ലേ? 100 plus ചെയ്ത 200 കിട്ടും. 100 plus 100 ചെയ്ത 200 കിട്ടും. അതല്ലെങ്കിൽ 190 plus 10 ചെയ്താലും എന്താ കിട്ടുക? 200. Mom, please help me with this. 190 means 190. When 10 is also added, it is 100. ഇവിടെ 90 ഉണ്ട്, 90 കൂടെ 10 ആഡ് ആയാൽ എന്താവും? 100 ആവും. 90 and 10. 100 plus 90 plus 10, it is 100 and 100. 100 plus 100 എന്താണ്? 200. Write in order. Ashwini wrote the numbers in order. Find other numbers and write in order. അപ്പോൾ ഇവിടെ എന്താണ് ഓർഡർ എഴുതാനാണ് പറയുന്നത്. 110, 120, 130, 140. അടുത്ത നമ്പേഴ്സ് എന്ത് വരും? 150, 160, 170, 180, 190. ലാസ്റ്റ് വൺ 200. Can you tell sweetie? എന്താ ചോദിച്ചിരിക്കുന്നത്? റീഡ് ചെയ്യാനാണ് അല്ലേ? 100 plus 10, 110. 110 plus 10, 120. 120 plus 10, 130. Now I will say in a different way. എങ്ങനെ different way? 100 plus 10, 110. 100 plus 20, 120. 100 plus 30, 130. 100 plus 40, 140. 100 plus 50, 150. 100 plus 60, 160. 100 plus 70, 170. 100 plus 80, 180. 100 plus 90, 190. 100 plus 100, 200. അടുത്തത് മാത്ത് ക്യൂസ് ആണ്. നിമിഷ and her friends read the quiz questions. Write on the math club notice board. Write the answers. ഇവിടെയുള്ള ക്യൂസിന്റെ ആൻസേഴ്സ് ആണ് ഇവിടെ എഴുതാൻ പറയുന്നത്. എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 60 to 75? 60 തൊട്ട് 75 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഉള്ളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 15 അല്ലേ? എണ്ണി നോക്കുക കേട്ടോ. 60 plus 7, 16ൻ്റെയും ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 60 to 75? ഫ്രം ആണ് ചോദിക്കുന്നത്. അതായത് 60 തൊട്ട് 75 വരെ എത്രയുണ്ട്? 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75. എത്ര നമ്പേഴ്സ് ആണ്? 16 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ 15 അല്ല, അത് ഒന്ന് കൂട്ടും കൂടെ ചെയ്യണം. അതായത് നമ്മൾ മൈനസ് ചെയ്യുക. 75 നിന്ന് 65 മൈനസ് ചെയ്ത് പ്ലസ് 1 ചെയ്യുക. അപ്പോൾ ആൻസർ 16 കിട്ടും. അടുത്ത ഹൗ മെനി tens should be added to 100 to get 130? നമുക്ക് 130 കിട്ടാൻ 100ൻ്റെ കൂടെ എത്ര ടെൻസ് ആഡ് ചെയ്യണം? എത്ര ടെൻസ് ആണ്? 3 ടെൻസ്. ഹൗ മെനി ടെൻസ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ എത്ര ആഡ് ചെയ്യണം ശരിക്കും? 3 ടെൻസ്. അപ്പം നിങ്ങൾ ഇങ്ങനെ 30 എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിൽ എന്തെഴുതുക? 3 ടെൻസ് എന്ന് എഴുതുക കേട്ടോ. ഇവിടെ ടെൻസ് 3 ടെൻസ് എന്ന് എഴുതുക. എത്ര ടെൻസ് എന്നല്ലേ നമ്മുടെ ചോദ്യം. അപ്പം 3 ടെൻസ്. എത്ര ടെൻസ് ആഡ് ചെയ്യണം? 3 ടെൻസ്. The number when 7 tens and 5 ones are added. 7 tensഉം 5 onesഉം 75. Write next 2 numbers. ഇതിന് ശേഷം വരുന്ന അടുത്ത 2 numbers ഏതൊക്കെയാ? 106, 116, 126, 136, 146. How many numbers are from 1 to 200 ending in 0? അതായത് 200 തൊട്ട് 1 വരെയുള്ള നമ്പേഴ്സിൽ, ബിറ്റ്വീനുള്ള എല്ലാ നമ്പേഴ്സിലും അവസാനം 0 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര നമ്പേഴ്സ് ആണ് അവസാനം 0 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ ശരിയല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഫൈൻഡ് സം മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. റൈറ്റ് ദ ആൻസേഴ്സ് ഓൾസോ. ഇതുപോലുള്ള വേറെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ആൻസേഴ്സും എഴുതണം കേട്ടോ. ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 80 to 100? അപ്പം നമ്മൾ 20 കേട്ടോ. ഈ എല്ലാ കറക്റ്റ് ആയിട്ടുള്ള നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? +1 ചെയ്യുക. നമ്മൾ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും കൂടെ അതിൽ കൂടെ പ്ലസ് ചെയ്യണം. 21. ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 100 to get 150?
50. അതായത് ഹൗ മെനി ടെൻസ് 5 ടെൻസ് കേട്ടോ. ഇവിടെ 0 ആവശ്യമില്ല. 5 ടെൻസ്. അപ്പോൾ 2 ചോദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മോർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് എഴുതി ചേർക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മളിതിൻ്റെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്